ഉക്രൈന് നേരെ ഒരു വൻ ഡ്രോൺ മിസൈൽ ആക്രമണമാണ് റഷ്യ നടത്തിയത്. അതിന്റെ കൃത്യമായ കണക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എത്ര ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര ക്രൂയിസ് മിസൈൽസ് ഉപയോഗിച്ചു, റഷ്യ ഉക്രൈനെ എത്രമാത്രം ആക്രമിച്ചു എന്നുള്ളത് മനസ്സിലായി. പകരം ഉക്രൈനും സെൻട്രൽ റഷ്യയിലെ ഒരു ഇന്ധന ഡെപ്പോയെ ആക്രമിച്ചു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. പ്രധാനമായും സിറിയയെ സംബന്ധിക്കുന്ന ചില വാർത്തകളും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 ദിവസമില്ലാത്ത ഒരാക്രമണമായിരുന്നു ഇപ്പോൾ സംഭവിച്ചത്. നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ച സമയപരിധിയെല്ലാം 2 മാസത്തിന് മുൻപ്, 3 മാസത്തിന് മുൻപ് 2023 അവസാനം മുതൽ ഇപ്പോ വരെയും റഷ്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു സമയപരിധിയായിരുന്നു നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോ ഒക്ടോബർ മാസം മുതൽ 10 ദിവസത്തിലൊരിക്കൽ, 20 ദിവസത്തിലൊരിക്കൽ, മാസത്തിൽ 2 തവണ എന്നിങ്ങനെയാണ് റഷ്യ ഉക്രൈന് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നത്. ഇത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു വലിയ സംഘർഷമായി തന്നെ കണക്കാക്കപ്പെടുന്നു. ഇപ്പൊ ATACMS ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യക്കെതിരെ ആക്രമണം നടത്തിയതിനു ശേഷം 93 ക്രൂയിസ് മിസൈലുകൾ, 210 ഡ്രോണുകൾ, കൃത്യമായി പറഞ്ഞാൽ 210 ഡ്രോൺസിൽ ഷാഹി ഡ്രോൺസ്, മറ്റ് നിരവധി റഷ്യൻ ഡ്രോണുകൾ ഉക്രൈന് നേരെ ഒരു സംയുക്ത ആക്രമണത്തിനായി പോയി. ഇതിൽ 70 മിസൈലുകളെ തങ്ങൾ തകർത്തതായി ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതുപോലെ കീവിന് ചുറ്റുമുള്ള പ്രദേശത്ത് 90 ഡ്രോണുകളെ ഞങ്ങൾ തടഞ്ഞു. 70 ഡ്രോൺസ് വരെയും ഞങ്ങളുടെ റഡാറിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതിനെ ഇലക്ട്രോണിക് പ്രതിരോധ നടപടികളിലൂടെ തടഞ്ഞു എന്ന് ചില വാർത്തകൾ പറഞ്ഞു. പക്ഷേ ഉക്രൈന്റെ പ്രാദേശിക മാധ്യമങ്ങളിൽ വന്ന വാർത്ത നോക്കുകയാണെങ്കിൽ കീവ് ഇൻഡിപെൻഡന്റ്, മറ്റ് പല ഉക്രൈൻ മാധ്യമങ്ങൾ പറഞ്ഞ വാർത്തകൾ, അവർ പറയുന്നത് മൊത്തം അകത്തേക്ക് വന്നത് 93 ഡ്രോണുകൾ എന്ന് പറയുന്നു. പക്ഷേ 120 മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് അവരുടെ ഹെഡ്ലൈൻസ് മുഴുവനും വാർത്ത നൽകിയിട്ടുണ്ട്. അപ്പോ ഒരു പക്ഷേ ഇതൊരു അബദ്ധമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല. ഇത്തരം ചില കണക്കുകൂട്ടലുകളും തെറ്റായ വിവരങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോ റഷ്യ ഇങ്ങനെ ഒരു മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയപ്പോൾ ഉക്രൈൻ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഞാൻ ഇതിനകം തന്നെ പറഞ്ഞിരുന്നു, തീർച്ചയായും ഉക്രൈൻ ഒരു വിക്ടിം കാർഡ് അവിടെ എടുക്കുമെന്ന്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അവർ ATACMS റഷ്യയിലേക്ക് വെടിവെച്ചതിനെ കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. അതിൽ റഷ്യ പ്രതികരിച്ചതിനെ കുറിച്ചും അവരൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പകരം നോക്കുക, ഞങ്ങൾ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ തയ്യാറാണെന്ന് പറഞ്ഞതിന് ശേഷവും റഷ്യ ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഇതിലൂടെ റഷ്യയുടെ സർവാധികാരമാണ് കാണിക്കുന്നത്. ഉക്രൈൻ സമാധാനത്തിലേക്ക് മടങ്ങരുത് എന്ന വസ്തുതയിൽ റഷ്യ ഉറച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ സഹായത്തോടുകൂടി ഉക്രൈൻ സമാധാനത്തിലേക്ക് മടങ്ങരുത് എന്ന കാര്യത്തിൽ റഷ്യ ഉറച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം ഈ സംഭവം വ്യക്തമായി കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റഷ്യയെ എല്ലാവരും ചേർന്ന് നിർത്തണം. ഈ യുദ്ധത്തെ അവസാനിപ്പിക്കണമെന്നല്ല പറഞ്ഞത്, എല്ലാവരും ചേർന്ന് റഷ്യയെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം തീർച്ചയായും അത്ര പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് പറഞ്ഞു. അതായത് ഒരു ബ്ലെയിം ഗെയിം അവിടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് നെതർലാൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് ഇത്രത്തോളം കഷ്ടപ്പെടുന്നു? റഷ്യയിൽ നിന്ന് ഉക്രൈനിലേക്ക് ആയുധങ്ങൾ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്, സ്ട്രൈക്കിലൂടെ വരുന്നുണ്ട്. നമ്മൾ അതേ തരത്തിലുള്ള ആയുധങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ നമുക്ക് നൽകാം. 100,000 സൈനികരെ മുൻനിരയിലേക്ക് അയക്കാൻ തയ്യാറാണ്. ആ 100,000 സൈനികർക്കും നമ്മുടെ ആയുധങ്ങൾ നൽകിയാൽ മാത്രം മതി. ബാക്കി അവർ നോക്കിക്കൊള്ളും. 100,000 സൈനികർ എന്നത് സാധാരണ ഒരു സംഖ്യയല്ല. കുറഞ്ഞത് 18 തന്ത്രപരമായ പൊസിഷൻസിലെങ്കിലും ഉക്രൈനെ കൊണ്ട് അവരെ അണിനിരത്താൻ സാധിക്കും, യുദ്ധം ചെയ്യിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഉക്രൈന് പകുതി സൈനികരെ മുൻനിരയിലേക്ക് അയക്കാൻ കഴിയും. ബാക്കി 50,000 സൈനികരെ ബാക്കപ്പിനായി ഉപയോഗിക്കാം. പക്ഷേ വാസ്തവത്തിൽ ഇതെല്ലാം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം പോക്രോവേഴ്സ് എന്നത് വീഴ്ചയുടെ മുനമ്പിലാണ് ഉള്ളത്. അടുത്ത 3-3.5 കിലോമീറ്ററിനുള്ളിലാണ് റഷ്യയുടെ സൈന്യം ചുറ്റുവളഞ്ഞു നിൽക്കുന്നത്. സത്യത്തിൽ 100,000 സൈനികർ തയ്യാറാണ്. അല്ലെങ്കിൽ ഉക്രൈന് സൈനികരുടെ ക്ഷാമം ഇല്ലെങ്കിൽ ഉടൻ തന്നെ ഈ സൈനികരെ പോക്രോവേഴ്സിലേക്ക് മൊബിലൈസ് ചെയ്തിരിക്കണം. ഉക്രൈന് ഒരു വലിയ സൈനിക ക്ഷാമം അവിടെ ഉണ്ട്. അതിനെ ഹൈഡ് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ അവർ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെടുക്കുന്ന ഓരോ ശ്രമവും പരാജയപ്പെടുകയാണ്. ഉക്രൈന് ആളുകളുടെ ക്ഷാമം, പ്രധാനമായും സൈനികരുടെ കുറവ് സത്യമായ കാര്യമാണ്. ഫോഴ്സ്ഡ് മൊബിലൈസേഷനെ കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞു. എത്ര പേർ അതിനെക്കുറിച്ച് സീരിയസ് ആയി എടുക്കുന്നു എന്നറിയില്ല. 18 വയസ്സും അതിന് മുകളിലുള്ള എല്ലാവരെയും, കണ്ണിൽ കാണുന്ന എല്ലാവരെയും ഫ്രണ്ട് ലൈനിലേക്ക് യുദ്ധം ചെയ്യിപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവിടെ നിന്നും ഒരുപാട് ലീക്ക്ഡ് വീഡിയോസ് വരുന്നുണ്ട്. അവിടെ സൈനികർ മരിക്കുന്നതിന് മുൻപ് ചില വീഡിയോസ് എടുത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അപ്പോ ഉക്രൈൻ മാധ്യമങ്ങളെല്ലാം ഇവിടെ ഒരു വലിയ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഷ്യയിലും ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ റഷ്യൻ സൈന്യത്തിന്റെ ശക്തി കൂടുതലാണ് ഉക്രൈനുമായി താരതമ്യം ചെയ്യുമ്പോൾ.
അതുകൊണ്ട് റഷ്യ ഒരു പരിധിവരെയും അതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്ക് ധാരാളം റിസോഴ്സും ഉണ്ട്. അതായത് ഇപ്പോ എന്റെ സൈന്യത്തിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്കായിട്ട് സ്വന്തം വീട്, നിങ്ങൾ മരിച്ചാൽ പോലും കുടുംബത്തിലെ എല്ലാവർക്കും സർക്കാർ ജോലി, ഇവയെല്ലാം നൽകുമെന്ന് പല വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ ഉക്രൈന് ആകില്ല. പറഞ്ഞു വന്നാൽ അവരുടെ സർക്കാർ വിദേശ ഫണ്ടിങ്ങിൽ അധിഷ്ഠിതമാണ്. വിദേശ ഫണ്ടിങ്ങിനെ ആശ്രയിക്കുന്ന ഒരു സർക്കാരിന് ജനങ്ങൾക്കായിട്ടുള്ള ഒരു വാഗ്ദാനം എങ്ങനെ നൽകാൻ സാധിക്കും? അതിനായിട്ടുള്ള ഒരു അവസ്ഥയിലുമല്ല അവരിപ്പോഴുള്ളത്. അപ്പോ ആളുകളെ അവർ പ്രേരിപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഉക്രൈന്റെ മാത്രം കുറ്റമല്ല. ഉക്രൈനെ സംബന്ധിച്ച് ഈ യുദ്ധം മാത്രം അല്ല ഉക്രൈനെ ബാധിച്ചിട്ടുള്ളത്. ഈ ഒരു യുദ്ധം വരുന്നതിന് മുൻപ് തന്നെ, റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ യൂറോപ്യൻ യൂണിയനിൽ അഴിമതി ഏറെയുള്ള ഒരു രാജ്യം ഉക്രൈൻ മാത്രമായിരുന്നു. ഇന്നുവരെയും സെലൻസ്കി മെമ്പർ ആകാതിരിക്കുന്നതിന്, അല്ലെങ്കിൽ സെലൻസ്കിയുടെ ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ മെമ്പർ ആകാതിരിക്കുന്നതിനും കാരണം റഷ്യ ഉക്രൈൻ യുദ്ധമാണെന്ന് എല്ലാവരും പറയും. എന്നാൽ അത് സത്യമല്ല. ഇത് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. പ്രധാനപ്പെട്ട കാരണം, ഒരു രാജ്യം യൂറോപ്യൻ യൂണിയനിൽ ചേരണം എന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ശരിയായ ഒരു ചാർട്ട് അവർ നൽകണം. ഞങ്ങളുടെ ഫണ്ടിങ്ങിൽ ഇങ്ങനെയൊക്കെയാണ് ചിലവാകുന്നത്, ജനങ്ങൾക്ക് ഇത്രയേറെ സഹായം പോകുന്നു, എല്ലാം കാണിക്കണം. അത് ഉക്രൈനെ കൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ യുദ്ധം വന്നതോടുകൂടി അവരുടെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയും നശിച്ചു. ഇങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു ഭാഗത്ത് പോകുമ്പോൾ സിറിയൻ യുദ്ധത്തെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പൊ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ തലസ്ഥാനത്തെ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളത് ഇറാനെയും റഷ്യയെയും ഞങ്ങൾ ഇതിനകം തന്നെ അറിയിച്ചിരുന്നു. അസാദ് സർക്കാർ വീഴാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അവരെ പിന്തുണച്ച് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. യുദ്ധക്കളത്തിൽ നിങ്ങളുടെ സായുധ സൈന്യം അവർക്ക് അനുകൂലമായി ഒരിക്കലും കാണിക്കരുത്. നിങ്ങൾ രഹസ്യാന്വേഷണത്തിലോ ഇന്റൽ ഇൻപുട്ട് ഏതിൽ വേണമെങ്കിലും ഏർപ്പെടാം. എന്നാൽ അസാദ് ഗവൺമെന്റിനു വേണ്ടി നിങ്ങൾ അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല. തലസ്ഥാനത്തെ പിടിച്ചെടുക്കാൻ വരുന്ന ഞങ്ങളുടെ സൈന്യത്തിന് യാതൊരു രീതിയിലും പ്രശ്നമുണ്ടാക്കരുത് എന്നുള്ള ചർച്ചകൾ ഞങ്ങൾക്കുള്ളിൽ നേരത്തെ അവസാനിച്ചതിനു ശേഷമാണ് ഞങ്ങളുടെ സൈന്യം ഡമാസ്കസിനെ നോക്കി മുന്നേറിയത്. അതുകൊണ്ടാണ് റഷ്യയും ഇറാനും ഇതിൽ വലിയ രീതിയിലൊന്നും ഇടപെടാത്തത് എന്നും അദ്ദേഹത്തിന്റെ വാർത്തയിൽ പറഞ്ഞു. എത്ര തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാലും ഇപ്പോ അസാദ് സർക്കാർ വീണതിന് ശേഷം അവർക്ക് നേരെ റഷ്യയ്ക്ക് സിറിയയിൽ നിരവധി പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ടോട്ടസ് പോർട്ട് അല്ലെങ്കിൽ കെമിയം എയർബേസ്, ഇവ രണ്ടൊഴികെ മറ്റ് ചെറിയ ചെറിയ എയർബേസസ്, ചില മിലിറ്ററി ഫീൽഡ്സ്, ഇവയെല്ലാം സിറിയയിൽ നിന്ന് അവർ കാലിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ കിലോമീറ്റർ കണക്കിനാണ് റഷ്യയുടെ കോൺവോയ്സ് സിറിയയുടെ മെയിൻ ബേസിസിലേക്ക് പോകാൻ തുടങ്ങിയത്. നിങ്ങളെല്ലാം ചിന്തിക്കും, സിറിയയുടെ രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഈ താവളങ്ങൾ റഷ്യയ്ക്ക് പ്രധാനമെന്ന്. പക്ഷെ ഇത് മാത്രമല്ല കാരണം. ആഫ്രിക്കൻ ഭൂഖണ്ഡം, ആഫ്രിക്കയിലെ ജനതയ്ക്ക് റഷ്യയിൽ നിന്നും പോകുന്ന സഹായം, കൂടാതെ ആഫ്രിക്കയിലെ റഷ്യയുടെ സൈനിക സാന്നിധ്യത്തിന് ഈ രണ്ട് താവളമാണ് പ്രധാനപ്പെട്ട കേന്ദ്രം. റഷ്യയ്ക്ക് ഈ താവളം നഷ്ടമായാൽ പിന്നെ മറ്റു മാർഗം ഇല്ല. അവർക്ക് ലിബിയയിലേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം ഇതിനകം റഷ്യയ്ക്ക് നേരത്തെ ആക്റ്റീവ് ബേസസ് അവിടെ ഉണ്ട്. അതിനും അപ്പുറം മറ്റ് സ്ഥലങ്ങളിൽ പുതുതായി റഷ്യ ഒരു നിർബന്ധത്തിലേക്ക് തള്ളപ്പെടും. ഈ ബേസ് നമുക്കിതിനു ശേഷം കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മൾ മറ്റേതെങ്കിലും റിസോഴ്സിന് നോക്കി പോകണം എന്നുള്ള നിർബന്ധത്തിലേക്ക് തള്ളപ്പെടും. എന്നാൽ മിക്കവാറും അത് സംഭവിക്കില്ല. തൽക്കാലം ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ സർക്കാർ ആയാലും അല്ലെങ്കിൽ തുർക്കി ആയാലും റഷ്യയുടെ താവളങ്ങൾക്ക് സുരക്ഷ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. റഷ്യ താവളങ്ങൾ ഒഴിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുക, ഒഴിപ്പിച്ചതിന് ശേഷം അവിടെ ഒരു ആക്രമണം നടത്തുക, ഇങ്ങനെ ചില പ്രശ്നങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇതൊരു വലിയ എസ്കലേഷൻ ആകാത്തതുവരെയും പ്രശ്നമില്ല. ഇതിനിടയിൽ ഉക്രൈൻ ചെയ്തത് റഷ്യയുടെ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അവരുടെ ഇന്ധന ഡിപ്പോയിലും ഒരു ആക്രമണം നടത്തി. കനത്ത സ്ഫോടനമാണ് ആ പ്രദേശത്ത് അനുഭവപ്പെട്ടത്. കനത്ത സ്ഫോടനം എന്നതിനപ്പുറം 8 മണിക്കൂറോളം തീ നിയന്ത്രണ വിധേയമാക്കാനാകാതെ വൻ സ്ഫോടനമുണ്ടായി. ഇതിൽ 24 വീടുകളിലെ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. ഇതിലൂടെ മനസ്സിലാക്കാം, ഉക്രൈൻ ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാനേ പോകുന്നില്ല. തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സ്ഥിതിഗതികൾ വഷളാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു നിശ്ചിത ഘട്ടത്തിന് ശേഷം അവർക്കിത് തിരിച്ചടിയായി തന്നെ മാറും. അവസാനമായി ന്യൂജേഴ്സിയെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം അജ്ഞാത ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് അന്യഗ്രഹ ജീവികളായിരിക്കും എന്നുള്ള രീതിയിൽ ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഇതിന് കാരണമാണ്. ഇറാൻ ഡ്രോൺസിന് അകത്തേക്ക് അയച്ച് പല ജോലികൾ ചെയ്യുന്നു എന്നുള്ള മറ്റു വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഇറാൻ അമേരിക്കയിൽ ഡ്രോൺ അയക്കുന്ന രീതിയിലുള്ള വലിയ എസ്കലേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിലും ഇറാൻ അങ്ങനെ ചെയ്താൽ അതിനെ അമേരിക്കയുടെ ഇന്റലിജൻസോ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യമോ
അത്ര കാര്യമാക്കാതെ വിടില്ല. ഇതെനിക്ക് തോന്നുന്നത് തീർച്ചയായും മനഃപൂർവ്വം ആരോ ചെയ്തതാണ്. ഏതോ ഒരു കാര്യത്തിൽ നിന്നും ശ്രദ്ധ തിരിപ്പിക്കാനായി ആരോ ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇതിൽ മാധ്യമങ്ങൾ വീണ്ടും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറക്കുന്നത് മിസ്റ്ററി ഡ്രോൺസ് ആണ്. അത് കാരണം യാതൊരു പ്രശ്നവും ആർക്കും ഇല്ല. അത് ഒരുപാട് മുകളിലൂടെ പറക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നില്ല. സൈനികം ജനങ്ങളെ സംബന്ധിക്കുന്ന യാതൊരു പ്രശ്നവും ഇത് കാരണം ഉണ്ടാകില്ല എന്ന് പെന്റഗൺ തന്നെ ഒഫീഷ്യൽ ഒരു കാര്യം പറഞ്ഞു. 20-25 ഡ്രോൺസ് ഒരു പ്രത്യേക പ്രദേശത്ത് പറക്കുകയാണെങ്കിൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ആ ഡിജിറ്റ് അങ്ങനെ ഡബിൾ ആയതായും പറയുന്നു. ഇതിനെല്ലാം കാരണം എന്താണെന്ന് അറിയണ്ടേ? മാധ്യമങ്ങൾ, അമേരിക്കയുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ. ഇവർ ചെയ്തത് അകത്തേക്ക് വരുന്ന ഡ്രോൺ അതെന്താണെന്ന് പോലും അറിയില്ല. അത് ഇവരെ കൊണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. എന്നാൽ ആ ഡ്രോണിനെ കണ്ടുപിടിക്കണമെന്നതിനു വേണ്ടി ഇവർ തന്നെ, ഇവരുടെ ക്രൂ മെമ്പേഴ്സ് വഴി തന്നെ ഇവരും ഒരു ഡ്രോൺ ലോഞ്ച് ചെയ്യുന്നു. അപ്പോ പറന്നുകൊണ്ടിരിക്കുന്ന 25 ഡ്രോണിന്റെ കൂടെ വീണ്ടും ഈ 1 ചേർത്ത് 26 മാറും. അങ്ങനെ ആ ഒരു പാനിക് കണ്ടീഷൻ വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അപ്പോ യാതൊരു ബന്ധവുമില്ലാതെ പല കാര്യങ്ങളും മാധ്യമങ്ങൾ ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെക്കാട്ടിലും വളരെ വിചിത്രമായാണ് വെസ്റ്റേൺ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.